ഒരു പുതിയ യാത്രയിലാണ് ദുബായിലേക്ക്. നീണ്ട 6 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പ്രവാസ ജീവിതത്തിലേക്ക് കിടക്കുകയാണ്. പക്ഷേ ഇത്തവണ ചില പദ്ധതികളൊക്കെ ആയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് പുറത്തത്തെ വ്യൂ കുറച്ച് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ വിൻഡോ വളരെ മോശമായിരുന്നു. അപ്പോൾ അത് കണ്ട് പുറത്തൊന്നും കാര്യമായിട്ട് കാണുന്നില്ല. ഞാൻ ആദ്യത്തെ ദിവസം ദുബായിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയെന്നാണ് ഫൈസലിൻ്റെ കൂടെ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് മീറ്റ് ചെയ്യണം. നമ്മുടെ ബിസിനസ് കാര്യത്തിൻ്റെ ഒരു ചെറിയൊരു മീറ്റിങ്ങൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത്. ദുബായ് എപ്പോഴും നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തുന്ന സ്ഥലമാണ്. എന്താ വെച്ചാൽ അവരെ ഇൻഫ്രാസ്ട്രക്ചർ ടൂറിസത്തിന് അത്രയും പ്രൊമോട്ട് കൊടുക്കുന്ന ഒരു രാജ്യം. അടിപൊളിയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഒരു ടൗൺ പ്ലാനിങ് ആണെങ്കിലും എല്ലാം സൂപ്പറാണ്. ഇവിടെ വലത്ത് കാണുന്നത് നമ്മൾ ദുബായ് എയർപോർട്ടിൻ്റെ റൺവേ ആണ്. ഇവിടെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നത് കാണാം. പിന്നെ ഫ്ലൈറ്റ് ചെറുപറയാണ്. എപ്പോഴും നോക്കുകയാണെങ്കിലും ആകാശത്ത് ഫ്ലൈറ്റുകളെ കാണാൻ പറ്റും. അത്രയും കൂടുതൽ ആളുകൾ ബിസിനസ്സിന് വേണ്ടിയാണെങ്കിലും അതേപോലെ തന്നെ ആണെങ്കിൽ പോലും വന്നിറങ്ങുന്ന ഒരു രാജ്യമല്ലേ. ഈ ബൈക്കിൽ നിങ്ങൾ പോകുന്നുണ്ടോ? ഇവരൊക്കെ ഡെലിവറി ബോയ്സുകളാട്ടോ. ഇവിടെ തലഭാഗത്ത് നൂണ് അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ആപ്പുകളുണ്ട്. ഇപ്പോൾ നൂൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആമസോൺ മാതിരിയുള്ള ഒരു ഓൺലൈൻ സെല്ലറാണ്. ഇവരെല്ലാവരും നല്ല 15 മിനിറ്റ് കൊണ്ടാണ് ഡെസ്റ്റിനേഷനിൽ ഒരു ഓർഡർ കൊടുത്താൽ 15 മിനിറ്റ് കൊണ്ട് ഡെലിവറി ചെയ്യുന്നതാണ് ഇവർ കൊടുക്കുന്ന വാഗ്ദാനം. അത് നല്ലൊരു കാര്യമാണ് അല്ലേ. നമ്മൾ സാധനം വാങ്ങിയിട്ട് ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിൽ ആ സാധനം എത്തുമ്പോൾ ഒരു സന്തോഷമല്ല നമുക്കൊക്കെ. അതിവിടെ മാത്രമേ പറ്റുള്ളൂ, അത് വേറെ കാര്യം. ഇവർക്ക് അത്രയും സൗകര്യങ്ങളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു 15 മിനിറ്റ് ഇത് കാണുന്നതെന്ന് വെച്ചാൽ ദുബായ് ഏരിയയിലാട്ടോ. ദുബായ് ഏരിയയിൽ 15 മിനിറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റുമായിരിക്കും. അതാണല്ലോ അവർ അത്രയും ധൈര്യത്തിൽ അത് ഒരു മാർക്കറ്റിങ്ങിന് പോലും അതാണ് ഉപയോഗിക്കുന്നത്. 15 മിനിറ്റ് കൊണ്ട് സാധനം ഡെലിവറി ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് കേട്ടോ ഇവിടുത്തെ നമ്മുടെ ഗവൺമെൻറ് ടൗൺ പ്ലാനിങ് ഉണ്ടല്ലോ, സൂപ്പറാണ്. വലിച്ചു വാരിയൊന്നുമില്ല. ഉള്ളതൊക്കെ അടുക്കും ചിട്ടയോട് കൂടി ഉള്ള പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഈ സൈഡിൽ കാണുന്നതൊക്കെ അപ്പാർട്ട്മെൻറ്റുകളാട്ടോ, ഓഫീസൊന്നുമല്ല. ഇത് എക്സ്പാട്രിയേറ്റ്സിന് താമസിക്കാൻ വേണ്ടിയിട്ട്. ഇത് ദുബായിൻ്റെ കുറച്ചൊരു ഔട്ടറായിട്ട് ഷാർജയുടെ അടുത്തിരിക്കുന്നൊരു ഭാഗമാണ്. ഈ ടൗണിൽ നിന്നും കുറച്ചും കൂടി മാറുമ്പോൾ എന്ന് പറഞ്ഞാൽ വാടകയൊക്കെ കുറവുണ്ടാവും, റെൻറ്റ് ഒക്കെ കുറവുണ്ടാവും. അപ്പോൾ ഇവിടേക്കാണ് കൂടുതൽ അപ്പാർട്ട്മെൻറ്റ്സുകളൊക്കെയാണ് വരുന്നത് ഔട്ടർ ഭാഗത്തേക്ക്. നമ്മുടെ ദുബായിയുടെ മെയിൻ ഭാഗത്തേക്ക് പോയിട്ടില്ല, വരുന്ന ആളുകൾ പോകുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ രാജ്യത്ത് വന്നപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റും, എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഭയം കാരണം പല സ്ഥലങ്ങളും ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടുത്തെ രാജ്യത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ നല്ല രീതിയിലുള്ള വീഡിയോകൾ എടുക്കാൻ പറ്റും. എന്തായാലും അങ്ങനെ ഓവറായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. ചില ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന രാജ്യമല്ലേ, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. മാളുകളിലൊക്കെ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുമായിരിക്കും, അറിയില്ല, പോയൊക്കെ എല്ലാം അറിയുള്ളൂ. ഇങ്ങനെ നമ്മുടെ ഇത് ഫൈസലിൻ്റെ ഒരു പാർട്ട്ണറുണ്ട്, ബിസിനസ് പാർട്ട്ണർ, അവരെ കാണാൻ പോവുകയാണ്. അപ്പം അവൻ്റെ അപ്പാർട്ട്മെൻ്റ് അടുത്തെത്തി. ഈ ചുറ്റും കാണുന്നൊക്കെ അപ്പാർട്ട്മെൻ്റ് ആട്ടോ. ഇവിടെയൊക്കെ റെൻ്റ് എന്ന് പറഞ്ഞാൽ 60,000 70,000 ദിർഹമൊക്കെയാണ് ഇതിൻ്റെ റെൻ്റ് വരുന്നത്. ഇവിടെ അത്ര റെൻ്റ് ഉണ്ടെങ്കിലും അതുപോലെ ഏൺ ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഇവിടുത്തെ ഗവൺമെൻറ്റിനെ സൃഷ്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ അവർ സമ്പാദിക്കാനുള്ള സാഹചര്യം കൂടി ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഫൈസലിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ കാറിലാണ്. ജസ്റ്റ് ഇവിടെയുള്ള മാളിലൊന്ന് വിസിറ്റ് ചെയ്യാൻ വിചാരിച്ചു. ഞങ്ങളുള്ള യാത്രയിലാണ്. നല്ല അടിപൊളി മാളല്ലേ, സൂപ്പറായിട്ട്. ക്രൗഡൊന്നും കാണുന്നില്ല, എന്താ വെച്ചാൽ വർക്കിംഗ് ഡേ അല്ലേ. അതിന് 11 മണി ആയിട്ടുള്ളൂ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആളുകളൊന്നുമില്ല.
ഈ മാളിൽ വീഡിയോക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്ക് കൂടുതൽ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറച്ചെടുത്തപ്പോൾ തന്നെ ഒരു അവിടുത്തെ സെക്യൂരിറ്റിയാണെന്ന് തോന്നുന്നു വന്ന് പറഞ്ഞു. അതുകൊണ്ട് കൂടുതൽ ഭാഗങ്ങളൊന്നും ഉൾപ്പെടുത്തിയില്ല. ഇതിനകത്ത് നമ്മളെ ലുലു ഉണ്ട്, അടിപൊളി ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ഇതിനകത്ത്. നല്ല രസമുള്ളൊരു മാള്, വലിയൊരു മാളാണ്, നല്ല ഏരിയ ഉണ്ട്. ഷോപ്പുകളൊക്കെ ഇപ്പോൾ വിജനായി കിടക്കുന്നു. എന്താ വെച്ചാൽ വർക്കിംഗ് ഡേ ആണ്, 12 മണിയായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമായിട്ട് ആൾക്കാരൊന്നും ഇതിൻ്റെ അകത്തൊന്നും കാണാനൊന്നുമില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഇനി ഈ മാളിൽ നിന്ന് ഇറങ്ങുകയാണ്. ഏകദേശം ഉച്ച ടൈം ആയിട്ടുണ്ട്, വിശക്കുന്നുണ്ട്. അപ്പം ഇനി ലഞ്ച് കഴിഞ്ഞിട്ടുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ദുബായിലൊരു മെട്രോ ആണ് കേട്ടോ. മെട്രോ സ്റ്റേഷൻ ഏതാണെന്നുള്ളത് എനിക്കറിയില്ല, അവിടെ പുതിയ അത് കാരണം മെട്രോ സ്റ്റേഷൻ ഏതാണെന്ന് വലിയ പിടിയില്ല. ഏകദേശം ഒരു 3 മണിയായി. അപ്പോൾ അതായത് ഇനി ഫുഡ് കഴിച്ച് നല്ല വിശക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നല്ലൊരു ഹോട്ടലിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ മെനുവിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇല്ല, നമ്മൾ ഓർഡർ ചെയ്തത് ഒരു മീറ്റിൻ്റെ ഒരു പ്ലേറ്ററാണ്. അതിൻ്റെ കൂടെ ഈ സൂപ്പും എന്താ വെച്ചാൽ കോംപ്ലിമെൻ്ററി ആയിട്ട് വന്നിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നത് പരിപ്പും നൂഡിൽസും ഒക്കെ ആയിട്ടുള്ളൊരു സൂപ്പാണ്, പക്ഷേ വളരെ രസമുണ്ട്. പിന്നെ ഈ സാലഡ്, മൂസ് മയോണീസ് കൊണ്ട് വെച്ചു. അതിന് ശേഷമാണ് നമ്മുടെ മെയിൻ ഐറ്റം വന്നത്. ആ സാധനം അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൽ ചിക്കൻ കബാബ്, മട്ടൻ കബാബ്, അതിൻ്റെ മട്ടൻ ഗ്രില്ല് ചെയ്തത്, അതേപോലെ തന്നെ ഒരു കുബൂസുമായുള്ളൊരു റൊട്ടീൻ്റെ അകത്ത് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ്റെ ഒരു അതും അടിപൊളിയായിരുന്നു. ഹമൂസ് ഈ കുബൂസിലിങ്ങനെ കൂട്ടിക്കഴിക്കുക, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനിയും വരും വീഡിയോയിൽ അടിപൊളിയായി ചെയ്യണം. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.